ചേർത്തേ ചെല്ലാവൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. ഈ കാലത്ത് റസൂലുള്ളാഹ് അത് അറിഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞില്ല, എന്തിനാ ഉമർ എങ്ങനെ പറഞ്ഞു കൊടുത്തെന്ന് ചോദിച്ചില്ല. ചില കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹ് അങ്ങ് ചെയ്തില്ലെങ്കിൽ ഉമർ ചെയ്താലും നമുക്ക് ചെയ്യാം. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹ് ചെയ്തോ? ഖുർആനിലുണ്ടോ? റസൂലുള്ളാഹ് ചെയ്തു. റസൂലുള്ളാഹ് ചെയ്തില്ലെങ്കിലും ചില കാര്യം ചെയ്യാം. അതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സയ്യിദിനാ പറഞ്ഞു കൊടുത്തത്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് ഹിജറ പോകുമ്പോൾ ഹിജറ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരും കാണാതെ ഒളിച്ചാ ഹിജറ പോയത്. ഒളിച്ചാണ് റസൂലുള്ളാഹി ഹിജറ പോയത്. അള്ളാഹുവിന്റെ ഹബീബ് എന്തിനാ അങ്ങനെ ഹിജറ പോയത്? പേടിച്ചത് കൊണ്ടല്ല. എന്തിനാ ഗുഹയിൽ കയറിയിരുന്നത്? പേടിച്ചത് കൊണ്ടല്ല. തന്റെ അനുയായികളിലെ ഏറ്റവും ദുർബലനായ ആളിനും ഹിജറ പോണം. അവൻ മാതൃകയാക്കേണ്ടത് തന്റെ മാതൃകയാ. അതുകൊണ്ട് റസൂലുള്ളാഹി അങ്ങനെ പോയി. പക്ഷെ ഉമർ എങ്ങനെയാ ഹിജറ പോയത്? ഉമർ ഉറയിൽ നിന്ന് വാളൂരി, എന്നിട്ടത് കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറാ, ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ, ഹിജറ പോവുകയാ. ആർക്കെങ്കിലും എതിർക്കാനുണ്ടെങ്കിൽ എതിർക്കടാ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാ ഉമറുൽ ഫാറൂഖ് ഹിജറ പോയത്. പക്ഷെ ഉമർ അങ്ങനെ ഹിജറ പോയതിന് അള്ളാന്റെ റസൂൽ ഒരിക്കലും ആക്ഷേപിച്ചില്ല. വിശുദ്ധ ഖുർആൻ ഒരിക്കലും ആക്ഷേപിച്ചില്ല. ഉമർ അങ്ങനെ ഹിജറ പോയതിനെ കുറിച്ച് ഒരിക്കലും മോശമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഉമർ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചെങ്കിൽ നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കാം മക്കളെ. പിന്നെന്തിനാ 8 ആക്കുന്നത്? 8 3 ആക്കുന്നത് എന്തിനാ? 20 റക്അത്ത് ഉമർ നിസ്കരിച്ചെങ്കിൽ നമുക്ക് നിസ്കരിക്കാം 20 റക്അത്ത്. അതുകൊണ്ട് ഈ വികലമായ ന്യായക്കാരോട് ആ ന്യായങ്ങളിലൊന്നും അവരോടൊപ്പം നിൽക്കാൻ ഒരാളും തയ്യാറാകരുത് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തതും ഒരുപാട് രംഗത്ത് മാതൃകയാണ് നമുക്ക്. അബൂബക്കർ സിദ്ദീഖ് ചെയ്തതും മാതൃകയാ. ആരെ തുടർന്നാലും രക്ഷപ്പെടും, സ്വർഗത്തിൽ പോകുന്നു. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാതൃകയാണ്. അപ്പൊ അങ്ങനെ ആ സ്വലാത്ത് അനസ് റളിയല്ലാഹു അൻഹു